ഭഗവാൻ ബാബയുടെ ആത്മാവിന് ശാന്തി നൽകണം. അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹമായിരുന്നു ഈ ജലാൽ ഒരു ശക്തനായ ഷഹൻഷായാകണമെന്നത്. അതിനുള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരൂ. അതിലൂടെ അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം പൂർണ്ണമാക്കണമെന്ന്. നമുക്ക് അത്രയും ധൈര്യം നൽകിയാലും നമ്മുടെ ലക്ഷ്യം സ്വയം കൈവരിക്കാൻ കഴിയുന്ന വിധത്തിൽ. നമ്മുടെ വിധിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവിടത്തേക്കാൾ നന്നായി ആർക്കാണ് അറിയാവുന്നത് അമ്മേ? നാം ഒരു പുതിയ ബന്ധത്തിൽ ബന്ധിക്കപ്പെടാൻ പോവുകയാണ്. ഈ ബന്ധത്തിന് അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം. അതിനെ എല്ലാ ദൃഷ്ടിദോഷത്തിൽ നിന്നും രക്ഷിക്കണം. മഹാരാജൻ, ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ അനുവാദം നൽകിയാലും. എല്ലാവരും പോയി വന്നാലും. നീ നാം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഭഗവാൻദാസ്. 500 കുതിരകൾ, 50 ആനകൾ, 2 തൂക്കം മുത്തുകൾ, 10 തൂക്കം വെള്ളി, 500 കാളകൾ, 400 പശുക്കൾ, പിന്നെ സൂര്യഭാൻ സിംഗിന്റെ ഭാരത്തിനൊപ്പം സ്വർണത്തിനും ഏർപ്പാട് ചെയ്യും. അങ്ങനെ ആകട്ടെ പിതാശ്രീ. പക്ഷേ അതിഥികളുടെ ക്ഷണത്തിന്റെ കാര്യമോ? അതിനും സമയം വേണമല്ലോ. സമയമെടുത്താലും സാരമില്ല. എല്ലാ രാജാക്കന്മാർക്കും പത്രിക എത്തണം. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരവണ്ടികളിൽ സന്ദേശവാഹകരെ അയക്കൂ. ഇക്കാര്യം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണം. ഉറപ്പായും പിതാശ്രീ. പിന്നെ ഇത് എന്റെ വക. ഇനി എന്റെ വകയും കൂടി ആവട്ടെ. വേണ്ട ജ്യേഷ്ഠത്തി, നമ്മുടെ വയർ എപ്പോഴും നിറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ ജ്യോതിക്ക് മധുരം ഒന്ന് നൽകണമെന്ന്? മതിയാക്കോ സഹോദരിമാരെ. ഇങ്ങനെ കഴിപ്പിച്ച് ഞങ്ങളുടെ അനുജത്തെ ഒരു തടിച്ചയാക്കി മാറ്റുവോ? അതുമാത്രമല്ല, പല്ലക്ക് ഉയർത്തേണ്ടത് ഞങ്ങൾ ജ്യേഷ്ഠന്മാരാണ്. ജ്യേഷ്ഠ, അനുജത്തിയുടെ പല്ലക്ക് എത്ര ഭാരമുള്ളതായാലും ജ്യേഷ്ഠന്മാർക്ക് അത് അനുഭവപ്പെടില്ല. ജോധ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അതെ, സുജാമ ജ്യേഷ്ഠൻ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. നോക്കിയാലോ അമ്മേ, സുന്ദരമായിട്ടില്ലേ മേനാവതി? നല്ല ഭംഗിയുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. നന്ദി അമ്മേ. ഭഗവാൻദാസ്, ആശംസകൾ ജോധ. നിന്റെ വിവാഹത്തിനുള്ള ക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ക്ഷണം ഭഗവാൻ ഗണേശന് തന്നെയായിരിക്കും. നമ്മുടെ ജ്യോതിയുടെ ചടങ്ങുകൾ വളരെ ആഘോഷപൂർവ്വം നടത്തും, അല്ലേ അമ്മേ? അതെ. അവിടെ ജോധയുടെ വിവാഹത്തിന്റെ ആദ്യ ക്ഷണപത്രിക വിഘ്നേശ്വരന് നൽകുകയാണ്. എന്നാൽ ഇവിടെ വിഘ്നം അമീറിന്റെ കവാടത്തിൽ തന്നെ എത്തിയിരുന്നു. മുഗളന്മാരുടെ സൈന്യം വളരെ വേഗത്തിൽ അമീറിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ അലകൾ കൊട്ടാരത്തിനകത്തുവരെ എത്തി. അവസാനിപ്പിക്കൂ, അവസാനിപ്പിക്കൂ ആഘോഷങ്ങൾ. നമ്മുടെ ഭൂമിയിൽ മുഗളന്മാർ കാലുകുത്തിയിരിക്കുന്നു. അവർക്കുള്ള ഉത്തരം നൽകിയേ തീരൂ നമ്മൾ. യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് തുടങ്ങട്ടെ. നമ്മുടെ പക്കൽ സമയമില്ല, എന്നാൽ ധൈര്യത്തിന് യാതൊരു കുറവുമില്ല. പ്രഭോ, ഒരു മോശം വാർത്തയുണ്ട്. കുമാരൻ സുജാമനും മുഗളരോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹായത്തോടെ മുഗളന്മാർ ആമീറിൽ കാലുകുത്തിയിരിക്കുകയാണ്. രാജ്യദ്രോഹിയാണ് അവൻ, വിശ്വാസവഞ്ചകനും. അവൻ അതാണ് സംഭവിക്കേണ്ടത്. ഒരു വിശ്വാസവഞ്ചകന് സംഭവിക്കേണ്ടത്. ഹങ്കാർ സിംഗ്, യുദ്ധഭൂമിയിൽ സുജാമലിനെ കണ്ടാൽ ആദ്യം അവനോട് പോരാടണം. അങ്ങ് വിഷമിക്കാതിരിക്കൂ പിതാശ്രീ. മുഗളന്മാർ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയേക്കാം. എന്നാൽ ആ സുജാമൽ, അവൻ രക്ഷപ്പെടില്ല. ഹങ്കാർ സിംഗ്,
രാജ് സിംഗ് പിന്നെ ജഗന്നാഥൻ 3 പേരും ചേർന്ന് വേണം ഇതിന് ഉത്തരം നൽകാൻ. ഭഗവാൻ ദാസ്, നീ അമീറിന്റെ തെരുവുകളെ രക്ഷിക്കണം. ജയ് ഭവാനി. സുജാമൽ ജ്യേഷ്ഠൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അവകാശം സ്ഥാപിക്കാനായി മുഗളന്മാരെ കൂട്ടുപിടിച്ചോ? അതും ആ ജലാലിനോട്. ആരുടെ ശിരസാണോ ഭേദിച്ചു കൊണ്ടുവരേണ്ടിയിരുന്നത് അയാളുടെ മുൻപിൽ അങ്ങ് തല കുനിച്ചോ? അങ്ങനെ എന്ത് നിസ്സഹായ അവസ്ഥയാണ് ജ്യേഷ്ഠ അങ്ങേക്കുള്ളത്? ജോധ, സുജാമൽ നമ്മോട് കാണിച്ച പ്രവൃത്തിക്ക് നിസ്സഹായത എന്ന് പേര് നൽകേണ്ട. രാജാവ് പറഞ്ഞത് തന്നെയാണ് ശരി. ദ്രോഹിച്ചാലും അവരോട് ക്ഷമിക്കാൻ സാധിക്കും നമുക്ക്. പക്ഷേ വിശ്വാസവഞ്ചനയ്ക്ക് സാധിക്കില്ല. അമ്മേ, തിലകം ചേർത്തലിന്റെ ഒരുക്കങ്ങളായി കഴിഞ്ഞു. അഥവാ അവിടുത്തെ ഉത്തരവുണ്ടെങ്കിൽ ഞങ്ങൾ ചിതയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അതിന്റെ ആവശ്യം വരില്ല ജ്യേഷ്ഠത്തി. ഇപ്പോഴും നമുക്ക് 4 ജ്യേഷ്ഠന്മാരുണ്ട്. അവർ ശത്രുക്കൾക്ക് അങ്ങനെ ഒരു ഉത്തരം തന്നെ നൽകും. പിന്നീട് ഒരിക്കലും ആ മുഗളന്മാർ അമീറിലേക്ക് ദൃഷ്ടി പോലും പതിക്കാത്ത വിധത്തിൽ. നോക്കിക്കോളൂ, വിജയം നമ്മുടേത് തന്നെ ആയിരിക്കും. നാം ആക്രമണത്തിനുള്ള ഉത്തരവ് നൽകിക്കഴിഞ്ഞു. എന്നാൽ നാം സത്യത്തിൽ നിന്ന് മുഖം തിരിക്കാൻ പാടില്ല. സത്യം ഇതാണ്: മുഗൾ സൈന്യത്തിന്റെ എണ്ണത്തിന് മുന്നിൽ നമ്മുടെ സൈനികരുടെ എണ്ണം വളരെ കുറവാണ്. മഹാമന്ത്രി, നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. അമീറിനും ഇവിടുത്തെ പ്രജകൾക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. സുജാമൽ, അഥവാ യുദ്ധമുണ്ടായാൽ നാം അങ്ങയെ ആക്രമിക്കില്ല. സമയമാഗതമായിരിക്കുന്നു. സ്വന്തം ചിതകൾ ഒരുക്കേണ്ടതിന്റെ നമ്മുടെ മടിത്തട്ടിലേക്ക് ആ ശത്രുക്കളുടെ കരങ്ങൾ എത്തുന്നതിന് മുൻപായി നാം അഗ്നിദേവിയുടെ മടിത്തട്ടിൽ അഭയം പ്രാപിക്കുന്നതാണ്. മാതാവ് ഭവാനിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ വിജയം നമ്മുടേത് തന്നെയായിരിക്കും. ഈ അഗ്നി കൊണ്ട് തന്നെ നാം നമ്മുടെ വീരന്മാർക്ക് ആരതി എടുക്കും. ഭയമുണ്ടോ മേനാവതി? ഇല്ല അമ്മേ.
സതി അനുഷ്ഠിക്കുക എന്നത് ഏതൊരു സ്ത്രീക്കും അഭിമാനത്തിന്റെ കാര്യമാണ്. അഥവാ നമ്മൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ഭയപ്പെടാതിരിക്കൂ മേനാവതി. ആ ഷറഫുദ്ദീൻ ജലാലിനെ പോലെ ശക്തനായ യോദ്ധാവല്ല. അയാൾ ഈ യുദ്ധം ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അമ്മേ, ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും പ്രവചനം സത്യമാകാൻ പോകുമ്പോ പ്രകൃതി ഇത്തരത്തിൽ മാറി മറിയുമെന്ന്. പ്രകൃതി ഇങ്ങനെ ഇളകി മറിയും. എന്ത് പ്രവചനം? അതേ പ്രവചനം തന്നെ അമ്മേ. അത് സത്യമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. നാം ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ജോധ, നിന്റെ അഭിമാനം വിട്ടുകളയാൻ പാടില്ല. ഈ വിഷം നീ നിന്റെ കയ്യിൽ സൂക്ഷിക്കണം. പൂർവ്വദിശയിൽ നിന്നും കൂടുതൽ മുഗൾ സൈന്യം എത്തുകയാണ്. സ്വന്തം മണ്ണിനായി ധീരതയോടെ പോരാടൂ വീരന്മാരെ. ഭാൻപൂരിലെ സൈന്യം വരുന്നു. ജയ് ഭവാനി, ജയ് ഭവാനി. അത് സൂര്യഭാനാണ്. ജയ് ഭവാനി. സുജാമൽ, ആരാണിയാൾ? നമ്മുടെ യുദ്ധത്തിൽ നമ്മളെ തന്നെ നേരിടുന്നത്. ഭാൻപൂരിലെ രാജാവ് സൂര്യഭാൻ. ഇയാൾ ഇവിടേക്ക് വന്നത് എന്തിനാണ്? അമീറിനെ ഇയാൾ എന്തിനാണ് സഹായിക്കുന്നത്? ജോതയുമായി ഇദ്ദേഹത്തിന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിൽ ഇയാൾ വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. വളരെ വലിയ തെറ്റ്. ഓരോ വീരയോദ്ധാക്കളും സ്വന്തം രക്തം ചിന്തിയും അമീറിനെ രക്ഷിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇവിടെ എല്ലാവരും ആ പ്രതീക്ഷയിലായിരുന്നു. യുദ്ധഭൂമിയിൽ നിന്നും എന്തെങ്കിലും ശുഭ സന്ദേശം വരണമെന്ന്. മറുവശത്ത് ഷറഫുദ്ദീൻ ഇക്കാര്യത്തിൽ ചിന്തിതനായിരുന്നു. സൂര്യഭാൻ വന്നതോടെ അമീറിന്റെ സൈന്യത്തിന്റെ ബലം വർദ്ധിച്ചുവെന്ന്. നമുക്കങ്ങയോട് ചിലത് പറയാനുണ്ട്. പറഞ്ഞാലും യുദ്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നറിയാം. അത് സ്വാഭാവികവുമാണ്. അമീറിലും അങ്ങനെ തന്നെ സംഭവിക്കും. നമുക്കത് സമ്മതവുമാണ്. എന്നാൽ എന്താണ്? ഭാൻപൂരിലെ രാജാവ് സൂര്യഭാൻ, അദ്ദേഹം ജ്യോതിയുടെ ഭാവി വരനാണ്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ജ്യോതിയുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. അങ്ങ് നമുക്ക് വാക്ക് തരണം, അങ്ങ് സൂര്യഭാനെ വധിക്കില്ലെന്ന്. ശരി, നാം അങ്ങയ്ക്ക് വാക്ക് തരികയാണ്. നാം സൂര്യഭാനെ വധിക്കില്ല. പക്ഷേ അഥവാ അങ്ങയ്ക്ക് അമീറിന്റെ അധികാരം വേണമെങ്കിൽ ആദ്യം അങ്ങ് സൂര്യഭാനെ ഇല്ലാതാക്കിയാലേ മതിയാകൂ. അല്ലെങ്കിൽ ഇത് മറന്നേക്കൂ, സൂര്യഭാൻ അങ്ങയുടെ സഹോദരിയുടെ ഭാവി വരനാണെന്ന്. അല്ലെങ്കിൽ അമീറിനെ അങ്ങ് മറന്നേക്കൂ, അതിന്റെ ഭാവി രാജാവ് അങ്ങാണെന്നതും. സൈന്യാധിപ,
പറയൂ. സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം തയ്യാറാണല്ലോ അല്ലേ? അതെ. കൂടുതൽ പരിക്കുള്ളവർക്കൊക്കെ നാളെ വിശ്രമം നൽകൂ. ശരി. ബാക്കിയുള്ളവരോടൊപ്പം ആവശ്യമെങ്കിൽ കൂടുതൽ സൈന്യത്തെ ഇറക്കൂ. സൈന്യത്തെക്കുറിച്ച് ഓർത്ത് അങ്ങ് വിഷമിക്കണ്ട. നമ്മുടെ സൈന്യത്തിലെ ഓരോ പോരാളികളും അവരുടെ അവസാന ശ്വാസം വരെ പോരാടും. അങ്ങേക്ക് വിശ്രമം ആവശ്യമാണ് ജ്യേഷ്ഠ. അങ്ങയുടെ മുറിവ് വളരെ ആഴമുള്ളതാണ്. മുഗളന്മാരെ വകവരുത്തുക എന്ന ലക്ഷ്യം എനിക്കുണ്ടായ മുറിവിനേക്കാൾ ആഴമുള്ളതാണ്. നാളെ നാം അവരെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങാണ് ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം അങ്ങ് ഇത്ര വേഗം അവിടെ എത്തിയത് എങ്ങനെയെന്നാണ്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അറിയാവുന്നതല്ലേ. ഒരു എളുപ്പ വഴിയിലൂടെ നാം ഇവിടെ എത്തി. അങ്ങയുടെ സഹായത്തിന് നന്ദിയുണ്ട്. പക്ഷേ എന്തായാലും അധികനാൾ നമുക്ക് അവരോട് പോരാടാനാകില്ല. മുഗൾ സൈനികർ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. അവരെണ്ണത്തിൽ എത്ര തന്നെ അധികമായാലും അത് നമ്മുടെ വീര്യത്തിന്റെയും ധൈര്യത്തിന്റെയും ഒപ്പം ഒരിക്കലും എത്തില്ല. മാതൃഭൂമിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന നമ്മുടെ ധൈര്യത്തിന്റെ അടുത്ത് പോലും എത്തില്ല. അവരവരുടെ ബാദ്ഷായുടെ ഉത്തരവിനെ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ജന്മഭൂമിയുടെ അഭിമാനത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. നമ്മുടെ മാനത്തിനും നിലനിൽപ്പിനും വേണ്ടിയാണ് പോരാടുന്നത്. നാളത്തെ യുദ്ധത്തിന് നല്ലൊരു ആസൂത്രണം കണ്ടെത്തിയിട്ടുണ്ട്. എന്താ രാജാവ് സൂര്യഭാൻ സിംഗ് നമ്മളെ സഹായിക്കാനായി എത്തിയെന്നോ? അതെ, അദ്ദേഹം നമ്മുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് മുഗളന്മാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീരന്മാർ സുഖായിരിക്കുന്നല്ലോ അല്ലേ? അതേ റാണി. നിനക്കറിയാമോ ജോധ, സുജാമൻ രാജ്യദ്രോഹം ചെയ്തു പോയപ്പോ നാം അപ്പോൾ തന്നെ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് നാം അപ്പോൾ പറഞ്ഞു, ഒരു മകനെ നഷ്ടപ്പെട്ടു, പകരം ഒരാളെ കണ്ടുപിടിക്കണമെന്ന്. അന്ന് നമുക്കറിയില്ലായിരുന്നു മകന്റെ രൂപത്തിൽ നമുക്കൊരു വീരയോദ്ധാവിനെ ലഭിക്കുമെന്ന്. പിന്നെ ഏറ്റവും നല്ല കാര്യം ഇതാണമ്മേ, എത്രമാത്രം നമ്മൾ മുഗളന്മാരെ വെറുക്കുന്നുവോ അത്രയും തന്നെ അദ്ദേഹവും വെറുക്കുന്നുണ്ട്. പിന്നെ അറിയാമോ, പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തിന്റെയും ആദർശമാണ്. കണ്ടോളൂ, നമുക്ക് തന്നെയായിരിക്കും വിജയം. ഈശ്വരാനുഗ്രഹത്താൽ നീ പറയുന്നത് സത്യമാകട്ടെ. ഈ യുദ്ധം ഒന്ന് അവസാനിച്ചാൽ ഉടൻ നാം നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഭംഗിയായി നടത്തും. ഇപ്പൊ എല്ലാവരും പോയി വിശ്രമിക്കൂ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്മ ഭവാനിയുടെ പൂജ ചെയ്യൂ, വിജയത്തിനായി. പിന്നെ അതിനുശേഷം നാം എല്ലാവരും ഒരുമിച്ച് ചേരുന്നതാണ്. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശി. ഭാൻപൂരിലെ രാജാവ് അമീറിനൊപ്പമുണ്ട്. ഇപ്പോൾ മുഗളന്മാരുടെ പരാജയവും നമ്മുടെ വിജയവും ഉറച്ചതാണ്. ആക്രമിക്കൂ! ആക്രമിക്കൂ! നമ്മുടെ അനുജത്തിയുടെ ഭാവി ജീവിതമാണ് അങ്ങ് സൂര്യപാൻ. നമുക്ക് നമ്മുടെ അനുജത്തിയുടെ ദാമ്പത്യം തകർക്കാനാവില്ല. അല്ലയോ ഭഗവാനെ, ഇദ്ദേഹത്തെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയാലും. സുജാമൽ, എന്ത് യോദ്ധാവാണ് നിങ്ങൾ? നേരിടാൻ നിങ്ങൾക്ക് ഭയമാണോ? നല്ലൊരു യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവി ബന്ധുവിനോട് യുദ്ധം ചെയ്യാനാകില്ല. നീ ജ്യോതിയുടെ ജ്യേഷ്ഠനായിരിക്കാം, പക്ഷേ നീ എന്നു മുതൽ സ്വന്തം രാജ്യവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മുഗളന്മാരോടൊപ്പം ചേർന്നോ അന്നു തീർന്നു നിന്റെ ബന്ധവും ധർമ്മവും കുടുംബവും എല്ലാം. നാം ആഗ്രഹിച്ചാലും ജ്യോതിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനാകില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊരു ദേശദ്രോഹിയോട് ക്ഷമിക്കാൻ സാധിക്കില്ല. ക്ഷമയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ അമീറിന് വേണ്ടിയാണ് നാം വന്നത്. അഥവാ അങ്ങ് നമ്മുടെ വഴിയിൽ തടസ്സമായാൽ നാം ഇത് മറന്നേക്കും. അങ്ങ് ജ്യോതിയുടെ ഭാവി ഭർത്താവാണെന്ന്.